സാർ, അടിയന്തര പ്രമേയം അവതാരകൻ തന്നെ സീറ്റിലില്ല സർ. അപ്പോൾ ഈ തീർത്തും ഈ അടിയന്തര പ്രമേയം അവർ അവതരിപ്പിച്ചത് ഒരു അധര വ്യായാമത്തിന് വേണ്ടി മാത്രമാണ്. സാർ, ആരോഗ്യ മേഖലയിലെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളെ കുറിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച ട്രഷറി ബെഞ്ചിലെ അംഗങ്ങൾ ഇവിടെ സൂചിപ്പിക്കേണ്ടായി. മെഡിക്കൽ കോളേജ് ആയാലും മറ്റു ആശുപത്രികളായാലും മെച്ചപ്പെട്ട സൗകര്യം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് സാർ കേരളം മുന്നോട്ട് പോകുന്നത്. UDF ഒരു ഭരണകാലയളവ് ഉണ്ടായിരുന്നല്ലോ സാർ കേരളത്തിൽ. സർക്കാർ ആശുപത്രിയിൽ പോയാൽ എല്ലാത്തിനും ഒരു ചോന്ന വെള്ളമായിരുന്നു സാർ അന്ന് കിട്ടുന്നത്. നടുവേദന, പല്ലുവേദന, കടച്ചൽ, കൂച്ചൽ, തരിപ്പ് എല്ലാത്തിനും ഒരു ചോന്ന വെള്ളം കിട്ടും. കാർബണേറ്റീവ് മിക്സർ അതെന്നെ കുടിച്ചോ, അതെന്നെ തടവിക്കോ, അതെന്നെ കുളിച്ചോ എന്നാണ്. പിന്നെ അത് ബാക്കി അല്പം ഉണ്ടെങ്കിൽ അത് നല്ല ഈ ലഹരി വെള്ളം കിട്ടാത്ത ആൾക്ക് ചില ഇതില്ല, കിക്കുള്ള ഒരു സാധനം. അപ്പൊ ചില ആൾ ആശുപത്രി കമ്പൗണ്ടർമാരെ സോപ്പടിച്ച് അതും ഊറ്റിക്കൊണ്ടുപോകും. പിന്നെ ആശുപത്രിയിൽ മരുന്നേ ഇല്ല. ഇന്ന് കേരളത്തിന്റെ അവസ്ഥ എന്താ സാർ? PHCകളെല്ലാം FHC ആയി, ആരോഗ്യ കേന്ദ്രങ്ങളാക്കി, രോഗീ സൗഹൃദ ആശുപത്രികളായി. 3 ഡോക്ടർമാരുടെ സേവനം, ആവശ്യമായ മരുന്ന്, ആവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ, എല്ലാ തരത്തിലും 6 മണി വരെയുള്ള ഡോക്ടർമാരുടെ സേവനം വളരെ മെച്ചപ്പെട്ട നിലയിലേക്ക് കേരളം പോയില്ല സർ. UDF കാലത്ത് എന്തായിരുന്നു സർ? ശവപ്പറമ്പിലെ അസ്ഥിശകലങ്ങൾ പോലെ വിറങ്ങലിച്ച് കിടക്കുകയായിരുന്നില്ലേ? കുറുന്തോട്ടിക്കായിരുന്നു സർ വാദം. അന്നത്തെ ആരോഗ്യമന്ത്രിയും കേരളത്തിലെ സർക്കാരിന്റെ അവസ്ഥ എന്തായിരുന്നു? നിരവധി അഴിമതി, അതുപോലെ തന്നെ സ്വജനപക്ഷപാതം, ഇതെല്ലാം ആരോഗ്യ മേഖലയെ ദുരുപയോഗം ചെയ്യായിരുന്നു സർ. എന്നാൽ കേരളത്തിൽ ഇടത് ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആരോഗ്യമുള്ള ഒരു ആരോഗ്യ ശരീരമാക്കി കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കഴിഞ്ഞ 9.25 വർഷം കൊണ്ട് ഈ കേരളത്തിൽ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് സർ ഏറ്റവും അഭിമാനകരമായ കാര്യം. UDF ഭരണകാലത്ത് ഇപ്പോ ചികിത്സയുടെ എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ അത് അന്വേഷണം, അതിന് തർക്കമില്ല സർ. പക്ഷേ അശ്രദ്ധ ഉണ്ടായിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചു. UDF മന്ത്രി സംസാരിക്കാനുണ്ട് സർ. UDF ഭരണകാലത്ത് എന്തായിരുന്നു സർ? ആശുപത്രി കിടക്കയിൽ നിന്ന് ജീവനും കൊണ്ടോടിയ രോഗിയെ നമ്മൾ ആരും ഓർക്കുന്നില്ലേ സർ? വലതുകാല് പൊട്ടി, പ്ലാസ്റ്റർ ഇടതുകാലിന്, അതിലും ഒരിടത് വിരോധം. ഇതായിരുന്നു സർ അന്നത്തെ ആശുപത്രി കാലയളവ്. ഇതൊന്നും മറന്നുപോകാൻ സർ. നിങ്ങളുടെ ഭരണകാലത്ത് പല സ്ഥലങ്ങളിലും ഇട്ട കല്ലിന്റെ എണ്ണം ശേഖരിക്കും. ആ കല്ലെല്ലാം കൂടി ശേഖരിച്ചാൽ ഒരു ആശുപത്രി കെട്ടിടം പണിയാം. എന്നാൽ ഞങ്ങളുടെ കാലത്ത് വളരെ വ്യത്യസ്തമാണ് സർ. മെഡിക്കൽ കോളേജിൽ രോഗികൾക്ക് വെന്റിലേറ്റർ അപ്രാപ്യമായിരുന്നു സർ അന്ന്. 24/11/11 മലയാള മനോരമയിലെ വാർത്തയാണ് സർ ഇത്. വെന്റിലേറ്റർ അപ്രാപ്യം. പിന്നെ എങ്ങനെ, എന്ത് നീതിയാണ് സർ ഉള്ളത് രോഗികൾക്ക്? സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരില്ല. ആരോഗ്യ വകുപ്പിന്റെ ആശുപത്രികൾ പലതും അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. സ്പെഷ്യലിസ്റ്റ് തസ്തികകളിൽ പകുതിയോളം ഒഴിഞ്ഞു കിടക്കുന്നു. UDF ഭരണകാലത്തെ പേപ്പർ കട്ടിംഗ് സർ. സർ, ജനറൽ ആശുപത്രി ബ്ലഡ് ബാങ്ക് തന്നെ പ്രവർത്തന സ്ഥാപനത്തിലേക്ക് 60 കുപ്പി രക്തം പാഴായത് ഗുരുതരമായ വീഴ്ച. നിങ്ങൾ ആരോഗ്യ സർ, നിർധനരും നിരാലംബരവുമായിട്ടുള്ള രോഗികൾക്ക് യഥാസമയം നമുക്ക് ബ്ലഡ് കൊടുക്കാൻ ആവശ്യമായിട്ടൊരു സൗകര്യമുണ്ട് സർ. അതായത് സർ കേരളത്തിലെ നിങ്ങളുടെ ഭരണകാലത്ത് നിഷേധിക്കപ്പെട്ടത്. സർ, തലസ്ഥാനം പുഴുവരിക്കുന്നു, പകർച്ചവ്യാധികളെ കാത്ത് സർക്കാർ. ഈ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്തല്ല സർ, ഇത് UDF കേരളം ഭരിക്കുമ്പോണ്ടായിട്ടുള്ള 10/11/12 പത്രവാർത്തയാണ് സർ. ഇതായിരുന്നു സർ കേരളം. ഇങ്ങനെ ഓരോ മേഖലയിലും നാവ് കൊണ്ട് വീട് നിർമ്മിക്കുന്നവർക്ക് ആരോഗ്യ മേഖലക്കെതിരായും എന്തും പറയാവുന്ന സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും ആക്ഷേപമില്ല സർ. സർ, സമാനതകളില്ലാത്ത വെല്ലുവിളികൾ നേരിട്ട വർഷങ്ങളിലൂടെയാണ് സർ കേരളം പോയത്. സ്ഥിതി ഭദ്രമായിരുന്നില്ല. പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും ആരോഗ്യ മേഖലയിൽ വളരെയധികം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഈ കേരളത്തിനായി നിപ്പയെ ഈ സംസ്ഥാനം പിടിച്ചുകെട്ടി സർ. കോവിഡിനെ നിലക്ക് നിർത്തി സർ. ആരോഗ്യ മേഖലയെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് 19ഓളം ദേശീയ അംഗീകാരങ്ങളാണ് സർ ഈ കേരളത്തെ തേടിയെത്തിയത്. ബഹുമാനപ്പെട്ട ശാന്തകുമാരി മെമ്പർ ഏതാനും കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കേന്ദ്രത്തിന്റെ ആരോഗ്യമന്ത്രി പുരസ്കാരം തുടർച്ചയായി 3ാം തവണ കേരളത്തിൽ ലഭിച്ചു സർ. ഏറ്റവും കൂടുതൽ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനും കാഴ്ച പരിമിതർക്കുള്ള പ്രത്യേകമായി ലഭ്യമാക്കിയുള്ള സേവനങ്ങൾക്ക് പ്രത്യേക പുരസ്കാരമാണ് സർ. സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണം പല മടങ്ങ് കേരളത്തിൽ വർദ്ധിച്ചു. ഇത് ഈ ഭരണകക്ഷി ബെഞ്ചിൽ നിന്ന് മാത്രം ഉയർന്നു വരുന്ന അഭിപ്രായമല്ല സർ. അങ്ങ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ ഇരിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം കൂടിയാണ് സർ ഞാനിപ്പോ കോട്ട് ചെയ്തത്. ഇപ്പോ സർക്കാർ ആശുപത്രികൾ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. കാരണം എന്താ? സർക്കാർ ആശുപത്രികൾ മെച്ചപ്പെട്ട സേവനം ലഭിക്കുന്നു. പഴയകാലത്ത് സർക്കാർ ആശുപത്രിയിൽ പോയിട്ട് സഹോദരിമാർ ബസ് കയറി പോകുമ്പോൾ അടുത്ത് സീറ്റ് ഇരിക്കുന്ന ആൾ ചോദിക്കും, ആശുപത്രി പോയിനല്ലേടി? കാരണം എന്താ? ഒരു ഫീനോയിലിന്റെ മണമുണ്ട്, ദുർഗന്ധം. ഇന്ന് ആശുപത്രികളിലേക്ക് പോയി തിരിച്ചു വന്ന് ബസ്സിൽ കയറിയ വാഹനത്തിൽ തിരിച്ചു കയറുമ്പോൾ എന്താ പരിമളം. കാരണം ആശുപത്രിയുടെ മുമ്പിലെല്ലാം അതിമനോഹരമായ പൂന്തോട്ടമാണ്. അതിമനോഹരമായ പൂന്തോട്ടം. അവിടെ അങ്ങ് കയറി ടൈൽസാണ്. ആ ടൈൽസിലേക്ക് അങ്ങ് അമ്മമാരും അമ്മമ്മമാരൊക്കെ കൈ കുത്തിയപ്പോ ഒന്ന് സ്ലിപ്പായപ്പോ നോക്കുന്ന ചുമരിലേക്ക്. അപ്പൊ തലേന്നാൾ കാണുന്ന സീരിയലിന്റെ ബാക്കി അവിടെ ചുമരിന്. അവിടെ ആകർഷകമായ TV. ആശുപത്രിയിലേക്ക് എത്തുമ്പോഴേക്കും ഒരു 50% രോഗം മാറും. അതാണ് ആശുപത്രി അന്തരീക്ഷം.
മരുന്ന് ഇഷ്ടം പോലെ അങ്ങയുടെ മണ്ഡലത്തിൽ എവിടെയെങ്കിലും മരുന്ന് ഇപ്പൊ തന്നെ ആരോഗ്യമന്ത്രിയോട് പറഞ്ഞാൽ മതി, ആ മരുന്ന് എത്തിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ആവശ്യമായ എല്ലാവരും സർ, ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനം ഏതാ സർ? കേരളമല്ലേ സർ? ഇവിടെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക്, അതിനെ എന്തോ അപകാസ്യമാക്കി പറഞ്ഞോട്ട് ബഹുമാനപ്പെട്ട മെമ്പർ. സർ, ഇന്ത്യൻ സംസ്ഥാനങ്ങളോടല്ല കേരളം മത്സരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക് 1006 കുട്ടികൾ അമേരിക്കയിൽ മരണപ്പെടുന്നു. അമേരിക്ക എന്ന വികസിത മുതലാളിത്ത രാഷ്ട്രം, വികസനത്തിന്റെ നടുവിലുള്ള രാഷ്ട്രം, ഇന്ന് ലോകരാജ്യങ്ങളിൽ തമ്മാടി രാഷ്ട്രം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം മനുഷ്യരോടുള്ള പെരുമാറ്റം കാരണം. പക്ഷേ അവിടെ അങ്ങനെ 6 മരിക്കുമ്പോ ഇവിടെ കൊച്ചു കേരളം ഇല്ലായ്മയുടെ വല്ലായ്മയുടെ കേന്ദ്ര അവഗണനയുടെ എല്ലാം പിടിയിലകപ്പെട്ട് ഞെരിഞ്ഞ വരുന്ന സാമ്പത്തിക ഉപരോധത്തിൽ ഞെരിഞ്ഞ വരുന്ന ഈ കൊച്ചു കേരളത്തിൽ 1000 കുട്ടികൾ ജനിച്ചാൽ പ്രതിവർഷം 5 കുട്ടികൾ മാത്രമേ മരിക്കുന്നുള്ളൂ. കുറഞ്ഞ ശിശുമരണ നിരക്ക്. അപ്പോ സ്വാഭാവികമായും ഉയർന്ന നമുക്ക് ആയുർദൈർഘ്യം ഉയർത്താൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു. ആ ആയുർദൈർഘ്യം വരുന്ന അനുഭവപ്പെടുമ്പോഴോ സർ, അതും ഈ സർക്കാർ മുന്നിൽ കണ്ടു സർ. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആയുർദൈർഘ്യത്തെ മുൻനിർത്തി ഇനി വരാനിരിക്കുന്ന നാടുകളിൽ ഇവിടെയുള്ള മുഴുവൻ ആളുകളെയും വയോജനങ്ങളുടെയും സംരക്ഷണം ഏറ്റെടുക്കാൻ തയ്യാറാകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയിൽ വയോജന സംരക്ഷണ നിയമം പാസാക്കിയിട്ടുള്ള സഭയല്ലേ സാർ ഇത്? ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മാതൃകയല്ലേ? കേരളത്തിലെ ആ കുട്ടികളുടെ ആരോഗ്യം, മുതിർന്നവരുടെ ആരോഗ്യം സാർ, മന്ത്രി എപ്പോഴും പറയാറുണ്ട്, ഗർഭസ്ഥ ശിശു മുതൽ വയോജനങ്ങൾ വരെ മതിയായ കലോറി ഭക്ഷണം ഉറപ്പുവരുത്തിയാൽ മാത്രമേ നല്ല കുട്ടിയെ, ആരോഗ്യമുള്ള ശിശുവിന് അമ്മയ്ക്ക് ജന്മം കൊടുക്കാൻ വേണ്ടി കഴിയൂ. അതിവിടെ ഉറപ്പുവരുത്തുകയാണ് സാർ. അപ്പുറത്ത് ഭ്രൂണഹത്യക്കാണ് പ്രോത്സാഹനം. ഇതാണ് സാർ വ്യത്യാസം. ഇവിടെ ശിശുമരണ നിരക്ക് കുറച്ചുകൊണ്ടിരാൻ നമുക്ക് കഴിഞ്ഞു. അങ്ങനെ എല്ലാ മേഖലയിലും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ 597 ആരോഗ്യ സ്ഥാപനങ്ങളിൽ, ഈ ഹെൽത്ത് ആരോഗ്യ സ്ഥാപനങ്ങളെല്ലാം ഓൺലൈനായിട്ട് ഒരു കൊടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു സാർ. 170 അതുപോലെ ഇടുക്കി, കോന്നി മെഡിക്കൽ കോളേജുകൾ യാഥാർത്ഥ്യമാക്കി. അതിനിടയിൽ നമ്മുടെ ഒരു മെമ്പർ കാസർഗോഡിലേക്ക് വന്നല്ലോ ഒന്ന് കുത്താൻ നോക്കി സാർ. സാർ, ആ മഞ്ചേശ്വരം MLA പറയുന്ന ഭൂമിതയുള്ള മെമ്പർ ഇവിടെ ഇല്ല. ആ മഞ്ചേശ്വരം MLA പറഞ്ഞു കേട്ടിട്ടൊന്നും ഇങ്ങനെ പറയാൻ വേണ്ടി പാടില്ല കേട്ടാ. അവിടെ ഒരു അസ്ഥികൂടമായിരുന്നു കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, UDF-ന്റെ കാലത്ത് കൊണ്ടുവന്നതൊക്കെ ഒരു കാട്ടുമൂലക്ക്. ആ മെഡിക്കൽ കോളേജ് ഇന്നെല്ലാം അതിന് മജ്ജയും മാംസവും നൽകി രക്തവും നൽകി മെച്ചപ്പെട്ട ഒരു സ്ഥാപനമാക്കിയിട്ട് മാറ്റി. ഈ കേരളത്തിൽ, ആ വടക്കൻ കേരളത്തിൽ, ഉത്തര മലബാറിൽ പുതുതായിട്ട് അക്കാഡമിക് രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടൊരു മെഡിക്കൽ കോളേജ് ആരംഭിച്ചത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കാലത്താണ്. എന്തേ നിങ്ങൾ ഇത്രയും കൊല്ലം ഭരിച്ചപ്പോ അവിടെ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്ക് കഴിയാതിരുന്നത്? എല്ലാത്തിനും ഇവിടെ അവകാശപ്പെടുകയല്ലേ, എല്ലാം അവകാശപ്പെടുകയല്ലേ. പക്ഷേ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, ആ അഭിപ്രായ വിയോജിപ്പുള്ള ആളുകളെ ഞാൻ കാസർഗോഡേക്ക് ക്ഷണിക്കുകയാണ്. പക്ഷേ പണ്ട് കാലത്തെ ആ കോളേജിന്റെ ഒരു ഫോട്ടോ കൂടി കരുതണം. ആ ഫോട്ടോ ഇന്ന് ആ മെഡിക്കൽ കോളേജ് സന്ദർശിക്കണം. എന്നിട്ട് ആ മെഡിക്കൽ കോളേജിന്റെ നേട്ടത്തെക്കുറിച്ചും പുരോഗതിയെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം. സാർ, സർക്കാർ ആശുപത്രികളിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ യാഥാർത്ഥ്യമാക്കി. കോട്ടയം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകൾ നമുക്ക് സ്വപ്നം കാണാൻ കഴിയുമോ സാർ? നമുക്ക് ആലോചിക്കാൻ കഴിയും. അതാണ് സാർ ഈ കേരളം. മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും കേരളത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഒരു ജനതയെ, ഒരു നാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആരോഗ്യ മേഖലയിൽ വിസ്മയകരമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ സഹായകമായ നിലപാടുകൾ സ്വീകരിക്കുന്ന കേരളത്തിന്റെ ആരോഗ്യ മന്ത്രിയെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈ നാടിനെ ജനങ്ങളെ സംരക്ഷിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് ഇനിയും കൂടുതൽ മെച്ചപ്പെട്ട കാര്യങ്ങൾ